ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്പെഷ്യൽ ഒരു വ്ളോഗാണ്. കാരണം നമ്മുടെ ശിശിര എന്നെ കാണാനായിട്ട് ഇന്ന് സർപ്രൈസ് ആയിട്ട് എൻ്റെ ഹോസ്റ്റലിലേക്ക് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ വന്നപ്പോൾ തന്നെ അവൾക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ അവൾക്ക് കമ്പനി കൊടുക്കാൻ ഞാനും കുറച്ച് കഴിച്ചു. അതിന് ശേഷം തന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ചെടികളുണ്ട്, അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ തന്നെ ഈ ചെടിയൊക്കെ നമ്മൾ നോക്കി, ഈ ചെടിയൊക്കെ നമ്മൾ മേടിച്ചു, ആ ഒരെണ്ണം മാത്രം. ശേഷം നമ്മളിങ്ങനെ എവിടേക്കെങ്കിലും കറങ്ങാൻ പോകണം. എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാണണേ. അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവൻ്റെ ഒരു ടെമ്പിളുണ്ട്. നമ്മുടെ കോയമ്പത്തൂരൊക്കെയുള്ള ആദ്യോഗിയിൽ അതിൻ്റെ പോലത്തെ ഒരു മിനി വേർഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. തന്നെ ഇതാണ് കേട്ടോ. എൻ്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഓക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് ഫസ്റ്റ് അറിയാത്ത തന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് ഇങ്ങനെ പോണ വഴിക്ക് ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് കാണാൻ തന്നെ ഒരു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫുള്ളൊരു സൈലൻ്റാണ്. നല്ലൊരു എന്താ പറയുക, ഒരു ഫുൾ കൂളിങ് എഫക്റ്റൊക്കെയാണ്. നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. ഇപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ഈ രുദ്രാക്ഷ ഇങ്ങനെ ഈ ഓരോ ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 150 രൂപയായിരുന്നു കേട്ടോ. അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. അതിന് മാത്രമുള്ളതൊന്നുമില്ല. അങ്ങനെ നമ്മൾ അത് കണ്ടു. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഒരു ഗണപതിയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, അത് കണ്ടു. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗുഹയുടെ ഉള്ളിക്കോടെ ഇങ്ങനെ പോയിട്ട് ഉള്ളതുണ്ട്. അതിലിങ്ങനെ ഓരോ സ്റ്റേജസ്, ശിവൻ്റെ സ്റ്റേജസ് ആണെന്ന് തോന്നുന്നു. കേദാർനാഥ്, എനിക്കറിയില്ല ശരിക്കും അതിനെ കുറിച്ചിട്ട്. ബദ്രീനാഥ്, അങ്ങനത്തെ കുറേ എഴുതി വെച്ചിട്ടുള്ളതുണ്ട് ഗുഹയുടെ ഉള്ളിൽ. അത് നല്ലൊരു രസമുള്ളൊരു സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഇങ്ങനെ പാലൊഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് ചെയ്തു. എന്താണെന്ന് പറഞ്ഞിട്ടൊന്നല്ല, നമ്മളെന്തായാലും കയറിയതല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ ഈ വിളക്ക് കത്തിക്കുന്നത്, ഇതൊക്കെ ഈ 150 ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ല, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്കൊരു എന്തൊരു അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ വേറൊരു സാധനം കൂടി കിട്ടിയിരുന്നു, ഒരു കറുത്ത കളറുള്ള ഒരു സാധനം. ഇതും കൂടിയും ചെയ്തു. ഇതൊക്കെ എന്തുട്ടാന്ന് പോലും ഞങ്ങൾക്കറിയില്ല, വെറുതെ അവർ തന്നു, നമ്മളതവിടെ വെച്ചു, അത്ര തന്നെ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറേ നോക്കി നിന്നു. അതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു മാളുണ്ടായിരുന്നു. അപ്പോൾ ആ മാളിലേക്ക് പുള്ളിക്ക് പിന്നെ വെച്ചിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ KFC ഓർഡർ ചെയ്തു. നമ്മളിങ്ങനെ 7 മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞു, 8-9 മിനിറ്റ് ആയി. അപ്പോൾ നമ്മളൊരു ലെഗ് പീസാണ്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയതൊരു ചെറിയൊരു പീസാണ്. ഓക്കെ, എന്നാലും ഫ്രീ ആയിട്ട് കിട്ടിയില്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് മത്തടിച്ചിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഒരു ഐസ് ടീ മേടിച്ചു, അതൊക്കെ കുടിച്ചു. അയ്യോ, നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ അവള് ബസ്സൊക്കെ കയറി അവള് പോയി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബായ്.